ഗൈസ് നമുക്ക് നെച്ചൂട്ടിൻ്റെ മുട്ടായി കൊടുക്കലിന് പറ്റി വരാം. നെച്ചൂട്ടി ആരാന്ന് പറയുന്നതിന് മുമ്പ് നെച്ചൂട്ടിൻ്റെ ഡാഡി കൂളിനെ കുറിച്ച് ഞാൻ പറഞ്ഞു. യെസ്, ജലീക്കാണ് നെച്ചൂൻ്റെ ഉപ്പാൻ്റെ പേര്. എല്ലാ കൂട്ടത്തിലും ഒരു തലനരച്ച ആളുണ്ടാവുന്നല്ലേ പറയാ. അതേപോലെ തന്നെ ജുനുവിൻ്റെ കൂട്ടത്തിലുള്ള ഒരാളാണ് ഈ ജലീക്ക. ഓരോ മോളെ മുട്ടായി കൊടുക്കലിനാണ് ഞാനീ പോകുന്നത്. അങ്ങനെ ഫൈനലി മാണ്ടേനോ മാണ്ടത്തേനോ കുറച്ച് പൊട്ടിയെല്ലാം വരുത്തിച്ചതാ ഉപ്പച്ചി സ്കൂട്ടിയിൽ അടുത്തേക്ക് പോക്കാം. അവിടത്തെ ഇപ്പോൾ ഞമ്മളെ മണവാട്ടി ഫോട്ടോഷൂട്ടിന് പോയിക്കാം. സോ പിന്നെ വേറെ ആരെയും അധികം അവിടെ അറിയാത്തതുകൊണ്ട് തന്നെ ഞാൻ അടുത്ത എല്ലാ അമ്മായിമാർക്കും കമ്പനി കൊടുത്ത് കുത്തിരുന്നു. സംഭവം പോയ നേരം ആരും അറിയില്ലെങ്കിലും അവിടെ നിന്ന് വരാൻ നേരം എല്ലാവരും ഞാൻ പരിചയപ്പെട്ട് കയ്യിലാക്കി. അപ്പോൾ ഫംഗ്ഷൻ നടക്കുന്നത് റിസോർട്ടിൽ വെച്ചേനു. അതുകൊണ്ട് തന്നെ നേരം കളയണ്ട വെച്ചിട്ട് നമ്മൾ നേരെ റിസോർട്ടിൽ വിട്ട്. പിന്നെ വേറെ കാര്യങ്ങളോട് പറയാൻ വിട്ടേ, ഇവരുടെ ഗ്യാങ്ങിൽ ആര് പരിപാടി ഉണ്ടെങ്കിലും ചെക്കന്മാരെല്ലാം തലേന്ന് ആടിയിരിക്കും. അതുകൊണ്ട് തന്നെ അടുക്കളപ്പണി മൊത്തം ചെക്കന്മാരായിരിക്കും. പിന്നെ എവിടെ പോയാലും നമ്മളെ മെയിൻ സംഭവം മറക്കല്ലല്ലോ, ഫുഡ്. അതന്നെ ആദ്യം തന്നെ ഫുഡ് എന്തൊക്കെയാ പോയി നോക്കി. അപ്പോൾ അതാ ഇന്നലെ എൻ്റെ പുരേന്ന് കഴിഞ്ഞ ഒരു സാധനത്തിന് ഞാൻ അവിടെ വെച്ചാൽ അയ്യോ ഇന്നലെ ആടിയേനു എന്നുള്ള രീതി. പിന്നെ അതാ നമ്മൾ നൊമ്മാടിൻ്റെ കുട്ടി മുതലാളി വന്ന്. അതെ, ഷെയ്ക്കാര പെണ്ണുങ്ങളും കുട്ടിയാണ് ഈ കാണുന്നത്. അമ്മായിനോട് ഞാൻ വീഡിയോ എടുക്കുന്ന ഒന്ന് സ്മൈൽ ചെയ്യുന്ന പറഞ്ഞപ്പോഴത്തേക്കും ചിരിച്ചു തന്നെയാണ് ഇങ്ങളീ കേൾക്കുന്നത്. പിന്നെ എവിടെ പോയാലും എനക്കൊരു വിലയില്ലെങ്കിലും ഐബോന് ഭയങ്കര, അതുകൊണ്ട് തന്നെ ഐബോന് വേണ്ടിയിട്ടുള്ള പിടിയും വിലയാണ് ഇങ്ങളീ കാണുന്നത്. അപ്പം അതാ നോക്കുമ്പോൾ കാത്ത് പെണ്ണിട്ടിയ മുർഷിക്ക് പെണ്ണിനെയും കൂട്ടി വരുന്നത്. സംഭവം മൂപ്പര് എടുത്തായി പൂക്കിയാവുന്നുണ്ടോ എന്ന് എനിക്ക് സംശയമുണ്ട്. ഓര് വന്നപ്പം ഫസ്റ്റ് തന്നെ ഫോക്കസ് പോയത് നമ്മൾ ഐബോയിലേക്കാ. പിന്നെയും അതാ ഐബുവിനെ കിട്ടാനുള്ള ആടി. എന്തെങ്കിലും ഫംഗ്ഷൻ ഉണ്ടെങ്കിലാണ് ഞങ്ങളെല്ലാം ഇങ്ങനെ കാണുക. അതുകൊണ്ട് തന്നെ അയാൾ കുറച്ചേരം ഇരുന്ന് കഥ പറഞ്ഞു. അപ്പം അതാ ചോദിക്കാൻ അമ്മായി ഒരു പയ്യ നൊസ്റ്റോളജിക്കൽ എന്തെന്തിനും നൊസ്റ്റോളജി സാധനം കാണിച്ചു. പണ്ട് ലിബാമ എന്ന് പറഞ്ഞിട്ട് എത്ര കൂടി ഞാൻ എൻ്റെ ഉമ്മച്ചിനെ പറ്റിച്ചെന്ന് ഞാൻ ഓർത്തു. പിന്നെ സെക്കൻഡ് ആണെന്ന് ആൾക്കാരെല്ലാം വന്നു ഓല ഫുഡ് കഴിക്കലും കഴിഞ്ഞ് വേഗം നമ്മളും നമ്മളെ ചെക്കന്മാരെ വെച്ചോണ്ടാണോ എന്നറിയില്ല, ഫുഡ് അടിപൊളിയേനും. അപ്പം അതാ താഴെ അമ്മായിമാർ സ്വിമ്മിംഗ് പൂള് കളിക്കുന്നത്. എന്താ അല്ലേ പ്രായം വെറുതെ മനസ്സുണ്ട് എല്ലാവരും ഇപ്പോൾ ചെറുപ്പത്തിൽ തന്നെയാണ്. ചെക്കന്മാരേനു ചോറ് വളമാനല്ല, അതുകൊണ്ട് തന്നെ ഒരു ചട്ടിയിൽ ചോറുന്നുണ്ട അവസ്ഥ. ഫോട്ടോ പിടിക്കല് ഈടെ നോക്കുമ്പോ ചെമ്പ് തലയിടല് എന്തല്ലേ കഥ. ഒരു പോയതിനു ശേഷം പിന്നെ എൻ്റെ ഗായകനായ മാപ്പിളൻ്റെ സംഗീത വിരുന്നേനു. അപ്പം നോക്കുമ്പോൾ അത് ഷെയ്ഖാൻ്റെ അമ്മയും കുഞ്ഞിനെയും കഴിച്ച് ഫോട്ടോ എടുക്കുന്നു. ലാസ്റ്റ് ഒരു ഫാത്തിഹ സൂറത്ത് ഓതി നമ്മൾ നടന്നിങ്ങോട്ട് പോകുന്നത്. അപ്പം അത്രയുള്ളൂ ഗൈസ്, സീ യു സൂൺ.